ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചോക്ലേറ്റ് സ്പെഷ്യലായിട്ട് നമുക്കൊരു ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് പ്രിപ്പയർ ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇങ്ങനെ 3 കപ്പ് കേക്ക്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കേക്ക്സ് വേണമെങ്കിലും യൂസ് ചെയ്യുക. പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിലോ ചോക്ലേറ്റ് ടൈപ്പ് ആണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ വരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഞാൻ ഡയറി മിൽക്കും മിൽക്കി ബാറുമാണ് യൂസ് ചെയ്യുന്നത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ എടുത്തിട്ടുള്ളത് ഇതുപോലെ നല്ല മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കേക്ക് ഞാൻ ഇതേപോലെ ഇങ്ങനെ പൗഡറാക്കി എടുത്തിട്ടുണ്ട്. പൗഡറാക്കി എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടക്കാം. ആദ്യം പാൻ ചൂടാകാൻ വെച്ചു. അതിനകത്തേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം സമയം എടുക്കൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ കേക്കിൻ്റെ പൊടി ഉണ്ടല്ലോ, ആ പൊടിച്ച് വെച്ച കേക്കിൻ്റെ പൗഡറും കൂടെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഈ മിൽക്ക് മെയ്ഡിൻ്റെ അകത്തേക്ക്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി വരണം. ഏകദേശം നമ്മൾ ചപ്പാത്തിയൊക്കെ മാവ് കുഴക്കില്ലേ, അപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കായിട്ട് മാറണേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിൽക്ക് മെയ്ഡും പിന്നെ ആ ഒരു കേക്കിൻ്റെ മിക്സും കൂടെ എന്താവും നന്നായിട്ട് കൂടി വന്നിട്ട് ഇപ്പോൾ ഇതേപോലെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തും. ഇപ്പം എന്നാലും അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും മാറിയിട്ട് കുറച്ച് കട്ടിയിട്ട് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിലേക്കായിട്ട് മാറണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം വേണം നമുക്കത് ആ ഒരു ചോക്ലേറ്റിൻ്റെ സ്റ്റേജിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഞാനൊരു പ്ലേറ്റിൽ നമ്മുടെ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അതൊന്ന് കുഴച്ചിട്ട് അതിൻ്റെ ഒരു ഇങ്ങനെ തരത്തിലിങ്ങനെ കിടക്കുന്നില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് കുഴക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത്യാവശ്യം ചൂടൊക്കെ പോയ സമയത്ത് ഞാനത് അതേപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനിങ്ങനെ നോക്കുകയാണ് നമുക്കതിനെ ഷേപ്പാക്കി മാറ്റാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് കുഴച്ച് അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതേപോലെ കുറച്ചൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുന്ന രീതിയിലേക്ക് ആക്കുക. ഇപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സ്റ്റേജിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ അകത്തുനിന്ന് കുറേശ്ശെ നമ്മളെടുത്തിട്ട് കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് ആ ഷേപ്പിനൊക്കെ നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു ഹാർട്ട് ഷേപ്പ് എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് തന്നെ നമ്മളിപ്പോൾ ഐസിൻ്റെ ബാറൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മോൾഡോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഷേപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് ഇങ്ങനത്തെ സ്റ്റിക്കുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. ആ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്കൊരു പോപ്പ് മോഡലിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ലോലിപോപ്പിൻ്റെയൊക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കേക്ക് സിക്കിൾ തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് കേക്കിൻ്റെ മിക്സ് ആണല്ലോ. അപ്പോൾ എനിക്ക് കേക്ക് സിക്കിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാനങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോരോ ഷേപ്പിലേക്ക് വേഗം ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം വീഡിയോയിൽ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ വേണമെങ്കിൽ സ്റ്റാർ ഷേപ്പോ അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നമ്മളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് അതിനെ ചേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് അത് ആ സ്റ്റിക്കൊന്നും വരാത്ത രീതിയിൽ നന്നായിട്ട് അതിനെ റെഡിയാക്കി വെക്കുക. പിന്നെ എല്ലാം കൂടെ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഹാർട്ട് ഷേപ്പും എല്ലാം നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ടാവും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കാണാനൊരു ഭംഗിയില്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ ഡയറി മിൽക്ക് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഇതേപോലെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഐറ്റംസ് ഇതിലേക്ക് ഡിപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എൻ്റേത് ഫസ്റ്റ് ഞാൻ ഡബിൾ ബോയിൽ ചെയ്തപ്പോൾ അത് കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാടൊന്നും എടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതേപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഇതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അങ്ങനെ ഓരോന്നായിട്ട് ഞാനിതേപോലെ അതിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റിൽ. പിന്നെ സെയിം സംഭവം തന്നെ ഞാൻ മിൽക്കി ബാർ ഉപയോഗിച്ചിട്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ വീഡിയോ എടുത്തത് ചെറുതായിട്ടൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും
ഇതുപോലെയാണ് കേട്ടോ. പിന്നെ മിൽക്കി ബാറിൻ്റെത് ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ. കാരണം നല്ല കോട്ടിംഗ് അല്ല, അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മുകളിൽ ചെറിയൊരു ഇങ്ങനെ കട്ടി പോലെ കിടക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്താൽ മതി ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്നലെ ചോക്ലേറ്റ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ എനിക്കിതാ എൻ്റെ ഹസ്ബൻഡിൻ്റെ വക ചോക്ലേറ്റ് ഡേ സ്പെഷ്യലായിട്ട് ഐറ്റംസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.